ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഭൂമിക്കടിയിൽ ഇറാൻ സംരക്ഷണ കവചം തീർക്കുന്നു. തെഹ്റാനിലെ സിറ്റി സെന്ററിൽ തന്നെയാണ് പ്രതിരോധ ടണലുകൾ നിർമ്മിക്കുന്നത്. തങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയുമായി യുദ്ധം അനിവാര്യമാണെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഇറാൻ ടണൽ നിർമ്മിക്കുന്ന കാര്യം വാർത്താ ഏജൻസിയായ തസ്നീമാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ മാസം ഇസ്രയേൽ ഇറാനെ നേരിട്ട് ആക്രമിച്ചിരുന്നു. മിസൈൽ നിർമ്മാണ യൂണിറ്റിന് സാരമായ നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ ടണൽ നിർമ്മാണ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെഹ്റാൻ സിറ്റി സെന്ററിൽ നിർമ്മിക്കുന്ന ടണൽ തെഹ്റാൻ മെട്രോ സ്റ്റേഷനുമായും ഇമാം ഖൊമൈനി ഹോസ്പിറ്റലുമായും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് പ്രതിരോധ ആവശ്യത്തിനായി തുരങ്കം നിർമ്മിക്കുന്നത് എന്ന് ഗതാഗത സിറ്റി കൗൺസിൽ തലവൻ പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയെ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഇസ്രയേൽ അമേരിക്ക ബന്ധം എങ്ങനെ പോകുമെന്ന് പറയാനായിട്ടില്ല. മധ്യസ്ഥന്മാരില്ലാതെ വാഷിംഗ്ടണുമായി ചർച്ചകൾ തുടരുമെന്ന് ഇറാൻ പറഞ്ഞു. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി പറഞ്ഞത് അമേരിക്ക കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ തോൽവിയായിരിക്കും ഫലം എന്നാണ്. കൂടുതൽ സമ്മർദ്ദം ഇറാന്റെ മുകളിൽ ചെലുത്താനുള്ള സമയം കഴിഞ്ഞു പോയെന്ന് അമേരിക്ക മനസ്സിലാക്കണമെന്നും അർഗാച്ചി കൂട്ടിച്ചേർത്തു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടുകൂടി അമേരിക്കയുടെ പഴയ നയമായ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് തുടരാൻ സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ ഈ പ്രതികരണം. അതേസമയം ഇറാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് തങ്ങളുടെ ഈ തുരങ്കങ്ങളിൽ യാത്രാ വിമാനം വരെ ഒളിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2006 ഇറാൻ നിർമ്മിച്ച ആണവ കേന്ദ്രമായ ഫോർഡോ പർവ്വതം തുരന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ 2009 ഇങ്ങനെ ഒരു ആണവ കേന്ദ്രം ഉള്ളതായി പുറം ലോകം അറിഞ്ഞത്. 2021 നത്താൻസ് മലനിരകൾക്കിടയിൽ ഇറാൻ ആണവ കേന്ദ്രം നിർമ്മിച്ചിരുന്നു. ഈ തുരങ്കങ്ങൾ വഴി ഇറാന് ആണവ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്ന് എക്സ്പേർട്സ് വിശ്വസിക്കുന്നു. അമേരിക്കയോ ഇസ്രയേലോ ആഗ്രഹിച്ചാൽ തന്നെ ഇറാന്റെ ആയുധ ശേഖരം നശിപ്പിക്കുക എന്നത് വളരെ അസാധ്യമായ കാര്യമാണ്.